അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മമ്മോസ് ഉണ്ടാക്കിയാലോ. ആ മമ്മോസിന് വേണ്ടി സാധനമൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുപോലെ മമ്മോസിൻ്റെ ചട്ടിണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ അതിൻ്റെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അപ്പം ആദ്യം നമുക്ക് വേണ്ടിയത് നമ്മൾ 4 മുളക് എടുത്തിട്ടുണ്ട്, 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കാബേജ് ഉള്ളിയും കൂടെ അരിഞ്ഞ് ഫില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, 3 ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, പിന്നെ മൈദ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിപ്പം ചട്ടണിയുടെ അടുപ്പിലോട്ടൊന്ന് വെക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് 3 തക്കാളിക്കായും ഒന്നും മുഞ്ഞി കണ്ടിച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഈ 7 വെളുത്തുള്ളി ഇതും ഉണ്ട്. അപ്പം നമുക്കൊരു ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവാൻ വെക്കാം. ഉപ്പ് പിന്നെ ചേർക്കാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇത്രയും മൈദയും ഇതേണ്ട ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ഇടഞ്ഞ് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത്രയും നെയ്യും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പം നമ്മളത് ഉരുട്ടി എല്ലാം നമ്മളങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ചട്ടണിയുടെ നോക്കാം. അപ്പം നമ്മുടെ ചട്ടണിയുടെ മമ്മോസിൻ്റെ ചട്ടണിയുടെ തക്കാളിക്ക് എല്ലാം ഒരുവിധം വേവാറായിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക. ഇനി ഇതിൻ്റെ തൊലി പൊളിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ഈ ചട്ടണിയുടെ ഇതൊക്കെ മൂത്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഫില്ലിയൊക്കെ ചെയ്യാൻ വെക്കുന്നതൊന്ന് വറുത്തു. അപ്പം നമ്മൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ആ വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ചൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്തിട്ടായിരിക്കും. അപ്പം നമ്മൾ ആ ചീനിച്ചട്ടി മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇതൊന്ന് മുട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ അകത്ത് ഫില്ല് ചെയ്യാൻ മമ്മോസിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ളതായത് കാബേജും പിന്നെ ഉള്ളിയും കൂടെ. അതിന് വേണ്ടിയത് നമ്മൾ ഒരു ശകലം മുളക് പൊടി, നമുക്ക് മറ്റേ വൈറ്റ്, നമുക്ക് കുരുമുളക്, ഇത് ഇത്രയും കൂടി ഇട്ട് നമുക്ക് അതിനൂടെ അതും കൂടെ ഒന്നിടാം ഒരു ഇതിന്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിക്കും. അപ്പം നമ്മൾ ഇതിഞ്ഞ് വാങ്ങിക്കൊണ്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടൻ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്യാൻ മമ്മോസ് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിക്കുട്ട ഒന്ന് സ്റ്റീം ആവുന്ന വരെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ തൊലിയല്ല ഒന്ന് ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ ഇളകിപ്പോരും. അതൊന്നെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചട്ടണി അരയ്ക്കും. അപ്പം നമ്മൾ ആ 2 തക്കാളിക്കായും 3 തക്കാളിക്കായും നമ്മളിങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതേണ്ടി ഇങ്ങനെ എടുത്തു. ഇനി ഇത് നമുക്ക് പിന്നെ മിക്സിക്കയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കണം. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വേണ്ട 6-7 വെളുത്തുള്ളി, 4 പച്ചമുളകും വറ്റലുമുളകും ഇട്ടായിരുന്നല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് നമുക്കിട്ട് ഒന്നരയ്ക്കും. അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ചൂടല്ലേ, നമ്മളിങ്ങനെ പുഴുങ്ങി കഴിയുന്നുണ്ടെങ്കിൽ തക്കാളിക്കയുടെ തൊലി തന്നെ അങ്ങ് ഇളകിക്കോളൂ. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് ചട്ടണിയാക്കാം. എളുപ്പം മമ്മോസ് ഉണ്ടാക്കാം. അപ്പം നമ്മളെ ഒന്ന് പുഴുങ്ങിയാൽ മതി. അപ്പം ഇതൊന്ന് അരച്ചെടുത്തോണ്ട് ഞാൻ വരട്ടെ. അപ്പം നമ്മുടെ മമ്മോസിൻ്റെ ചട്ടണി എല്ലാം റെഡിയായി. ഞാനിതിനകത്ത് ഒരു ശകലം പഞ്ചാരയും കൂടി ഇട്ടിട്ടുണ്ട്. മമ്മോസിൻ്റെ പിന്നെ ചട്ടണിക്ക് ഭയങ്കര എരിവാണ്. ഇതിപ്പം ഞാനിവിടെ പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു ശകലം മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി മമ്മോസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം നമ്മളാ കുഴച്ച് വെച്ച മമ്മോസിൻ്റെ മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊരു ഉണ്ടയാക്കാം. കൊച്ചു മതിയല്ലോ ശകലിച്ച്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ മമ്മോസിൻ്റെ ആദ്യത്തെ ഒരു പൂരി പോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നിങ്ങളെ കാണിക്കും. അപ്പം എത്രയും നമ്മൾ കനം കുറഞ്ഞുണ്ടാക്കുന്ന അത്രയും നല്ലത്. അപ്പം ഞാൻ അത്രയ്ക്ക് ചെറുതായിട്ടല്ല, ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാലാനമക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നും വേണ്ട, കുരുമുളക് പൊടി മാത്രം മതിയെങ്കിൽ അത് മാത്രം ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്നാക്കിയെടുക്കാം. നമുക്ക് കണ്ട മമ്മോസിൻ്റെ ഷേപ്പ് കണ്ട
നമുക്ക് ഈ മമ്മോസ് എല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അന്നേരം ഞാൻ ഇഡ്ഡലിക്കുട്ട ഇതിനകത്ത് വെച്ച് ആവി കയറ്റി വെച്ചിട്ടേക്കുക. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നമുക്കിതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് പരത്തി നമുക്കിങ്ങനെ മമ്മോസിൻ്റെ കൂട്ടൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് അടുപ്പയിലോട്ട് ഇതൊന്ന് വെക്കാം. അപ്പം നമ്മുടെ മമ്മോസ് നമ്മളെല്ലാം ഉണ്ടാക്കി ഉരുട്ടി വെച്ചു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ നിങ്ങളെ ഒന്ന് മസാല ഞാൻ കുറച്ചേ ഉള്ളായിരുന്നു, അത് തീർന്നു. അപ്പം ഇത് തന്നെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മമ്മോസ് ഉണ്ടാക്കാം. ഇത് തന്നെ പനീറിൻ്റെ ഒക്കെ വെച്ചുണ്ടാക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ കൂടെ ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മമ്മോസിന് വേണ്ടി നമ്മൾ അടുപ്പയിലാണ്ട് ഇതിൽ കൂട്ടത്തിൽ വെള്ളം ആവി പോകുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പെറുക്കി അതിനകത്തോട്ട് വെക്കാം. അപ്പം നമ്മുടെ മമ്മോസ് എല്ലാം നമുക്ക് പെറുക്കി വെക്കാം. ഒരെണ്ണം ഞാൻ വലുതുണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം നല്ല വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബാക്കിയെല്ലാം ചെറു. അപ്പം നമ്മുടെ മമ്മോസ് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കും. നമുക്കിതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ മമ്മോസ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മമ്മോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ മമ്മോസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒരെണ്ണം ഒന്ന് എടുക്കാം. അപ്പം നമ്മുടെ മമ്മോസ് എടുത്ത് നമുക്ക് നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഒന്ന് വെക്കാം. നമ്മൾ മമ്മോസ് കുറച്ച് പേർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മമ്മോസ് എടുത്തു. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കിയായിരുന്നല്ലോ, നല്ല അടിപൊളി ചട്നി. അപ്പം മമ്മോസ് വേണ്ടേ, നല്ലോണം വേണ്ട. നമ്മളൊരു 15-20 മിനിറ്റിന് വെച്ചിട്ടുണ്ട്, മൈദ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ പനീറിനകത്തെ ഇറച്ചി അതിനകത്തൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പം അതിൻ്റെ ചട്നി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ എല്ലാവരും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.